നല്ല സംഘടനയുടെ കൂടെ നിൽക്കുന്ന ആള് എന്നുള്ള ഒരു സന്തോഷത്തിലാണ് സംഘടന. പക്ഷെ സിനിമയെല്ലാം നമ്മൾ നിർമ്മിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് അത് പുറത്തേക്ക് വരുന്ന സമയമാകുമ്പോഴേക്കും പല സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളെ ഒരു അവജ്ഞയോടെയാണ് തിയേറ്ററിന്റെ ഏതൊക്കെയോ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ തന്നെ ലാസ്റ്റ് ഫെഡറേഷന്റെ ഒരു മീറ്റിങ്ങിന് സിനിമ കളിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ പ്രൊഡ്യൂസറായിട്ട് വന്ന ഒരാളാണ്. അതിനുശേഷമാണ് തിയേറ്റർ തുടങ്ങിയത്. അപ്പൊ ഞാനവിടെ എൻ്റെ പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നപ്പോൾ സിനിമ കളിക്കുന്ന തിയേറ്ററുകളുടെ കൂട്ടത്തിൽ ആദ്യത്തെ പേര് എൻ്റെ പേരായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ ഞാൻ എൻ്റെ തിയേറ്ററിൽ പടം കളിക്കുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും പറഞ്ഞു ആരാണ്ട് തിയേറ്ററിൽ പടം കളിക്കും. ഓക്കെ, കാര്യം അവര് ആന്റണിയോട് ചോദിക്കാതെ അത് തീരുമാനിക്കാൻ പാകത്തിനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ള ഒരു സൗഹൃദത്തിലൂടെയാണ് ഞാൻ. അപ്പൊ അതെനിക്ക് വളരെ സന്തോഷം തോന്നി. പിന്നെ ഞങ്ങൾ ചർച്ച ഉണ്ടായി. അപ്പൊ എന്റെ തിയേറ്ററിൽ പടം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെഡറേഷന്റെ മീറ്റിങ്ങിന് ജനറൽ ബോഡി നടന്നപ്പോ എന്റെ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു, ആന്റണി അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാനത് ആരോടും പറഞ്ഞില്ല, ഇപ്പൊ ആദ്യമായിട്ടാണ് പറയുന്നത്. ഞാന് ഫെഡറേഷന്റെ ഒരു മെമ്പറായിട്ടുള്ള ഒരാള് ഒരു വൈലേഷനും ചെയ്യാതിരുന്നിട്ടും എന്നോട് ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയാം. അതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കാര്യം ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെ താല്പര്യം തോന്നിയിട്ടില്ല. കാരണം എന്നും ഞാൻ സംസാരിക്കുന്നത് കേട്ടിരിക്കുന്ന ബഷീർ, ലിബർട്ടി ബഷീർ, അദ്ദേഹം സംസാരിക്കുന്നു, മറ്റുള്ളവർ അനുസരിക്കുന്നു. അങ്ങനെയുള്ളൊരു സദസ്സിൽ പോകേണ്ട കാര്യമില്ലെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് തിയേറ്റർ അടയ്ക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ എന്നെ എല്ലാവരും വിളിക്കുന്നു, അത് ആന്റണി തിയേറ്റർ അടയ്ക്കണം, ആന്റണിയുടെ തൊടുപുഴ തിയേറ്റർ തുറന്നോളൂ, മറ്റു തിയേറ്റർ അടച്ചു. ഞാൻ പറഞ്ഞു, ഒരു ജനറൽ ബോഡിയിൽ കയറി നിൽക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരാളോട് അവരെടുത്ത തീരുമാനം അനുസരിക്കാൻ പറയുന്നതിന്റെ ഔചിത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അതിനെയും നമ്മൾ നിസ്സാരമായി കണ്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സില് ഞാൻ എന്നും എൻ്റെ കൂടെയുള്ളവരോട് പറയാറുണ്ടായിരുന്നു, എല്ലാവർക്കും കൊതി തോന്നുന്ന, എനിക്കും അതിലൊരു മെമ്പർഷിപ്പ് കിട്ടണം എന്ന് ആഗ്രഹം തോന്നുന്ന പോലൊരു സംഘടന മലയാളത്തിൽ ഉണ്ടാകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സംഭവിക്കുന്നു, അത് സംഭവിച്ചു. അതിൻ്റെ ഒരു ഭാഗത്ത് എനിക്കും നിൽക്കാൻ പറ്റുന്നു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഒരു നല്ല കൂട്ടായ്മയുടെ, സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ, സമരമില്ലാത്ത ചർച്ചകൾ ചെയ്യാൻ പറ്റുന്ന, അവരവരുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സംഘടനയായി ഇത് മുന്നോട്ട് പോകും. ഇതിന്റെ കൂട്ടത്തിലേക്ക് ചേരാൻ വേണ്ടി ആരും മടിക്കേണ്ട. ഇനി ഒരുപാട് തിയേറ്റേഴ്സുകൾ ഇതിനകത്തേക്ക് വരണം. കാരണം എല്ലാവരും ഇതിൽ വന്ന് സംബന്ധിക്കുകയും ഇതിനോട് ചേരുകയും ചെയ്യണം. ഇത് എല്ലാവരുടെയും കൂടി സംഘടനയാണ്. ഇതിന്റെ മെമ്പേഴ്സിന്റെ, ഞങ്ങളുടെ എല്ലാവരുടെയും ആണെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി വരികയും ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച ഓരോരുത്തരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു.